ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ബിഗ് ബോസ് ആണ്. നമ്മൾ ഇതുവരെ ആ ഒരു ടോപ്പിക് എടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ, അതായത് ശനിയാഴ്ച പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു. ആ പ്രൊമോ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എങ്ങനെയാവരുത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് ആര്യനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ നിലപാടില്ലായ്മ, ക്യാപ്റ്റൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ നല്ല രീതിക്ക് വഴക്ക് പറയേണ്ടതിന് പകരം ജസ്റ്റ് ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ വെച്ച് വിട്ട പോലാണ് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. അക്ബറിനെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചതൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. കാരണം അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നു. ആര്യനെ പറഞ്ഞില്ലെന്നല്ല, പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ പറയാം. 18 പേരടങ്ങുന്ന ഒരു ബിഗ് ബോസ് വീട്ടിലെ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അത്രയും പേര് താമസിക്കുമ്പോൾ നമുക്ക് ഒന്ന് ക്ലീൻ ഒക്കെ ആക്കി വെക്കാൻ കുറച്ചൊക്കെ പാടുപെടും. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ച വരാതെ ആര്യൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ആര്യൻ എന്താണ് ചെയ്തത്? കിച്ചണിൽ നിന്ന് നൈഫ് എടുത്തിട്ട് വന്നിട്ടാണ് അദ്ദേഹം താടി ഷേവ് ചെയ്യാനായിട്ടും കട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു ഹൈജീൻ ഇല്ലായ്മയാണ്. അത് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്റ്റോറി പറയണം. അതായിരുന്നു ടാസ്ക്. ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്, കേട്ട് കരയണം എന്നല്ല, കേൾക്കാനായിട്ടുള്ള ഒരു ബേസിക് മാനേഴ്സ് നമ്മൾ കാണിക്കണം. ഒരു ലിസണർ ആവണം. അല്ലെങ്കിൽ നമ്മൾ നിശബ്ദരായിട്ടെങ്കിലും ഇരിക്കണം. പക്ഷെ അതേസമയം അദ്ദേഹം പൊട്ടിച്ചിരിക്കുക, എന്നിട്ട് കൂട്ടുകാരിയായിട്ടുള്ള ജിസയിൽ അത് താങ്ങി പിടിക്കാൻ നിൽക്കുക. ജിസയിൽ പറയുന്നു അദ്ദേഹം കരയുകയായിരുന്നു. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ബോസിൽ ഏകദേശം 75, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അത്രയും ക്യാമറകളുള്ള ആ ഒരു വീട്ടിൽ ഇവർ ചിരിച്ചിട്ട് പിന്നെ അത് മൂടിക്കെട്ടി പൊതിഞ്ഞു വെക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു കാരണം, ഒരു മാനേഴ്സില്ലായ്മ ആര്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ വഴക്കിനിടയിൽ ചെരുപ്പൂരി എറിയുന്നു. ഇതിന് മുമ്പുള്ള സീസണുകളിൽ റംസാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇതുപോലെ ഒരു പ്രവൃത്തി, ചെരുപ്പൂരി എറിയുന്ന ഒരു പ്രവൃത്തി കാണിച്ചപ്പോൾ അതിന് തക്കതായ ശിക്ഷ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് പണിഷ്മെന്റ് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ആ ചിരിച്ചതിൻ്റെയും പൊട്ടിച്ചിരിച്ചതിൻ്റെയും ചെരുപ്പൂരി എറിഞ്ഞതിൻ്റെയൊക്കെ ഇന്ന് ലാലേട്ടൻ അദ്ദേഹത്തെ വഴക്ക് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം ഇന്നലെ അതൊന്നും കാണിച്ചില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് കാണിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ പറഞ്ഞത് കുറഞ്ഞു പോയതായിട്ട് തോന്നി. കാരണം ഹൈജീൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കാണിച്ച ആ ഒരു വൃത്തികേടിന് അദ്ദേഹത്തെ പറഞ്ഞതിൻ്റെ അളവ് കുറഞ്ഞു പോയെന്നാണ് എൻ്റെ അഭിപ്രായം. അക്ബറിന് കിട്ടി, അതൊക്കെ ഓക്കെ. പിന്നെ ഈ ആര്യന് ട്രിമ്മറിൻ്റെ കാര്യത്തിന് ആര്യനോട് എടുത്തോളം പറഞ്ഞിട്ട് ആര്യനെ അളിച്ചു വിട്ടതൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആര്യൻ്റെ മാത്രം ഒരു ഹെയ്റ്ററോ അല്ലെ ഒരാളെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യൻ കാണിച്ചുകൊണ്ടിരുന്നത് വളരെ തെറ്റായ ഒരു പ്രവൃത്തിയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നും ബിഗ് ബോസ് ടോപ്പിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആര്യൻ്റെ ഷോ ഓഫുകളും ഒക്കെ കാണിക്കുമ്പോഴത്തേനും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് ഇത്രയും സംസാരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ 7 ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.